എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ 2024 ജാനുവരി ടു ഡിസംബർ വരെയുള്ള സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 2024 സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. 2024 സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. നമുക്ക് ഓർക്കാം, നമ്മളിപ്പോൾ സ്ഥിരമായിട്ടൊക്കെ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊക്കെ നമ്മൾ വികസിക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം കേട്ടോ. ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫൈൻ ആയിരിക്കും അല്ലെ, നമ്മൾ ഓക്കെ ആയിരിക്കും, നമ്മൾ ഫൈൻ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ ഫിൻലാൻഡ്. ഓക്കെ, അപ്പൊ 2024 സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഫിൻലാൻഡ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 2024 ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ് ആണ്. അപ്പൊ സമാധാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഐസ് ഉള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കില്ലേ, അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഐസ്ലാൻഡ് കേട്ടോ. 2024 ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം അതും ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ പൊസിഷൻ എത്രയാന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് 116 ഇന്ത്യയുടെ പൊസിഷൻ. ജസ്റ്റ് ഓർത്ത് വെക്കാം, നമ്മളൊരു 11ാം ക്ലാസ്സിലേക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനമായിരിക്കും അല്ലെ. 10 കഴിഞ്ഞ് 11 ആവുമ്പോൾ ഒരു സമാധാനമായിരിക്കും, നമ്മുടെ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ 11 ഉണ്ട്. 11ാം ക്ലാസ്സിൽ 16 വയസ്സാണെന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ 11ഉം 16ഉം 116 കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം വന്നിട്ടുള്ളത് 116. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ, നമ്മുടെ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പിനകത്ത് നമ്മൾ ഡിഫറെന്റ് കോഴ്സുകൾ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇംഗ്ലീഷിന് മാത്രമുള്ള കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ കോഴ്സിനകത്ത് നമ്മൾ ഗ്രാമർ, വൊക്കാബുലറി, 800 ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷിന് മാത്രമുള്ള ഒരു 10 ഡേയ്സിന്റെ കോഴ്സ് ഉണ്ട്. അത് ലൈവ് ക്ലാസ്സുകളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. 99 റുപ്പീസ് ഉള്ളൂ കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള ഗ്രാമർ, വൊക്കാബുലറി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിന്റെ കോഴ്സ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് കയറാം. ഇനി ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അനാമിക ബി രാജീവ് ആണ്. നാവിക എന്ന് പറയുമ്പോൾ നാമിക അല്ലെ, അനാമിക. നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? അനാമിക ബി രാജീവ്. 2024 UEFA യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ജർമ്മനിയിലാണ് കേട്ടോ. 2024 ഭാഗ്യചിഹ്നം എന്താണ്? ആൽബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കരടിയാണ്. ആൽബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കരടി. ഓക്കെ, അപ്പൊ 2024 സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യയുടെ ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 116. അതൊക്കെ ഓർത്തു വെക്കണേ. ഇനി അടുത്ത പോയിന്റിലേക്ക് കയറാം. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായിട്ട് കോഴിക്കോടിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ്? ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായിട്ട് കോഴിക്കോടിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് 2024 ജൂൺ 23 കേട്ടോ. പ്രഖ്യാപിച്ചിട്ടുള്ളത് MB രാജേഷ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യ സാഹിത്യ നഗരം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കോഴിക്കോടാണ്. ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ 2024 ജൂൺ 23, ജൂൺ മാസം. സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മാസമാണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. 23 സാഹിത്യല്ലേ, അപ്പൊ സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ഓർത്തു വെക്കാം. ജൂൺ മാസം 23. ഇനി പി വത്സലയുടെ അവസാനത്തെ നോവലാണ് ചോദ്യം. ഏതാണ്? ചിത്രലേഖ എന്നുള്ളതാണ് പി വത്സലയുടെ അവസാനത്തെ നോവൽ കേട്ടോ. 2023 നവംബർ 21 പി വത്സല അന്തരിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഡേറ്റും കൂടെ അറിഞ്ഞു വെച്ചേക്ക്. 2023 നവംബർ 21 പി വത്സല അന്തരിച്ചിട്ടുള്ളത്. അവസാനത്തെ നോവൽ ചോദിക്കുകയാണെങ്കിൽ ചിത്രലേഖ. 2023 എന്നുള്ളത് ഓർത്ത് വെക്കണം. 2023 നവംബർ 21 കേട്ടോ. അപ്പൊ രണ്ടും ഒന്നും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 3 കിട്ടും എന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ നവംബർ 21 പി വത്സല അന്തരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം 2021 പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീയാണ്. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം ഏതാ? കുടുംബശ്രീ അല്ലെ, കുടുംബശ്രീ. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായിട്ടുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് പുസ്തകത്തോണി. അത് നമുക്ക് ആലോചിക്കാലോ അല്ലെ. പുസ്തകവും ബോട്ടും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ പുസ്തകത്തോണി, ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായിട്ട് ജലഗതാഗത വകുപ്പിന്റെ പദ്ധതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പുസ്തകത്തോണി. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മാർക്ക് റൂട്ടെ കേട്ടോ. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടെ. കേരളത്തിലെ ആദ്യ മിലി മാർട്ട് നിലവിൽ വന്നിട്ടുള്ളത് പഴവങ്ങാടിയാണ്, തിരുവനന്തപുരം. ഓക്കെ, നമുക്ക് പാലും പഴവും എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാലോ അല്ലെ.
അപ്പൊ മിൽമ എന്ന് പറയുമ്പോൾ പാൽ ഓർക്കാം. അതേപോലെ തന്നെ പഴവങ്ങാടി തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ മിലി മാർട്ട് നിലവിൽ വന്നിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പഴവങ്ങാടി തിരുവനന്തപുരം. 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയം നമുക്ക് നീങ്ങാം ആഘോഷിക്കാം, ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നുള്ളതാണ് 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയം. ഒന്ന് പറഞ്ഞേ, ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്, നമുക്ക് നീങ്ങാം ആഘോഷിക്കാം. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഏതൊക്കെയാണ്? IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയാണ് പുതിയ നിയമം. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത. CRPCക്ക് പകരം ഏതാ വരുന്നത്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയമവും നിലവിൽ വരും. ഓക്കെ, ആ പോയിന്റ്സുകൾ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ വായിച്ചു പോവാം, അതിനുശേഷം ബാക്കിയുള്ള പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം അല്ലെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം കേട്ടോ. 2024 സുസ്ഥിര വികസന സൂചിക അനുസരിച്ച് 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. 2024 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ളത് ഐസ്ലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 116. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് നാമിക അല്ലെ, അനാമിക. 2024 യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി ജർമ്മനി. 2024 ഭാഗ്യചിഹ്നം ഈ പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ ആൽബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കരടിയാണ്. ഇന്ത്യയിൽ ആദ്യ സാഹിത്യ നഗരമായിട്ട് കോഴിക്കോടിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് 2024 ജൂൺ മാസം 23. പ്രഖ്യാപിച്ചിട്ടുള്ളത് MB രാജേഷ് ആണ്. P വത്സലയുടെ അവസാനത്തെ നോവൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിത്രലേഖയാണ്. 2023 നവംബർ 21-നാണ് P വത്സല അന്തരിച്ചിട്ടുള്ളത്. നോട്ട് ചെയ്യണം കേട്ടോ. 2021-ലാണ് P വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടില്ല. ആ പോയിന്റ് കൂടെ അറിഞ്ഞു വെച്ചേക്കുക. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീ. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായിട്ട് ജലഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് പുസ്തകത്തോണി. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മാർക്ക് റൂട്ടേനെയാണ്. ഇനി കേരളത്തിലെ ആദ്യ മിലി മാർട്ട് നിലവിൽ വന്നിട്ടുള്ളത് പഴവങ്ങാടി തിരുവനന്തപുരം. 2024 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ പ്രമേയം നമുക്ക് നീങ്ങാം ആഘോഷിക്കാം, ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയാണ്. CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം ആണ് നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള അടൂർ ഫൗണ്ടേഷന്റെ അന്തർദേശീയ ചിത്രകലാ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളി പ്രദീപ് പുത്തൂരാണ്. ഓക്കെ, ന്യൂയോർക്ക് ആസ്ഥാനമുള്ള അടൂർ ഫൗണ്ടേഷന്റെ അന്തർദേശീയ ചിത്രകലാ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളി പ്രദീപ് പുത്തൂർ. ന്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാമല്ലോ, ന്യൂയോർക്കിന്റെ ന്യൂ എന്ന് പറയുമ്പോൾ തന്നെ പുതിയ അല്ലെ, അല്ലെങ്കിൽ പുത്തൻ വണ്ടി എന്നൊക്കെ പറയില്ല, അതേപോലെ പുത്തൂർ കേട്ടോ. പ്രദീപ് പുത്തൂരാണ് ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള അടൂർ ഫൗണ്ടേഷന്റെ അന്തർദേശീയ ചിത്രകലാ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളിയാണ് പ്രദീപ് പുത്തൂർ. 2024 നാസ വിക്ഷേപിച്ചിട്ടുള്ള കാലാവസ്ഥ ഉപഗ്രഹം ഏതാ? GOES-U. 2024 നാസ വിക്ഷേപിച്ചിട്ടുള്ള കാലാവസ്ഥയാണ് കേട്ടോ. കാലാവസ്ഥ ഉപഗ്രഹമാണ്. കാലാവസ്ഥയൊക്കെ മോശമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടുന്ന് പോകും എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ കാലാവസ്ഥ ഉപഗ്രഹമാണ് GOES-U എന്ന് പറയുന്നത് നാസയുടെ കേട്ടോ. 2024 പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം എസ്റ്റോണിയയാണ്. അപ്പൊ എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം എസ്റ്റോണിയ. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റിൽ കുറെ സ്റ്റോൺ ഉണ്ട് അല്ലെ, കുറെ കല്ലുകളുണ്ട്, സ്റ്റോൺ ഉണ്ടെന്നൊക്കെ ഓർത്തു വെക്കാം. 1ാം സ്ഥാനത്തുള്ളത് എസ്റ്റോണിയ. 2ാം സ്ഥാനത്തുള്ളത് ലക്സംബർഗ് ആണ്. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത് ആരാ? ഗോപിനാഥ് മുതുകാടാണ്. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ഗോപിനാഥ് മുതുകാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് വേദി അമേരിക്ക തന്നെയാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് വേദി ചോദിക്കുകയാണെങ്കിൽ അത് അമേരിക്കയാണ് കേട്ടോ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം 2024-ലാണ് സൗദി അറേബ്യയാണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണ കൊറിയ. അപ്പൊ തമ്മിൽ മാറിപ്പോവരുത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ചോദിക്കുകയാണെങ്കിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ, സൗദിയാണ് കേട്ടോ, സൗദി. 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ദക്ഷിണ കൊറിയ, സൗത്ത് കൊറിയ. 5 എന്ന് പറയുമ്പോൾ നമുക്കൊരു S പോലെ ഓർക്കാലോ അല്ലെ, സൗത്ത് കൊറിയയുടെ S-ഉമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, പഠിച്ചു വെച്ചേക്കണേ. ഇനി അടുത്ത പോയിന്റ്, 2024 പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ആണ്.
2024 പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു. പുകയിലയാണ് പാ വെച്ചിട്ട് തന്നെ PV സിന്ധുവിനെയാണ് അംബാസഡർ ആയിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ്? PV സിന്ധു. 2024 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം പുതിയ ആഴങ്ങളെ ഉണർത്തുക. അവേക്കൻ ന്യൂ ഡെപ്സ്. എന്നാണ് ലോക സമുദ്ര ദിനം ചോദിക്കുകയാണെങ്കിൽ ജൂൺ 8-ന്. അപ്പൊ സമുദ്രം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ട്യൂൺ ഉണ്ടാവും അല്ലെ, ഒരു അലകളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ട്യൂൺ ഉണ്ടാവും എന്ന് ഓർക്കാം. അങ്ങനെ ട്യൂൺ പോലെ ജൂൺ നമുക്ക് ആലോചിക്കാം. അതേപോലെ തന്നെ സമുദ്രത്തിൽ ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടുന്ന ഓർക്കാം അല്ലെ. അപ്പൊ ജൂൺ 8-നാണ് ലോക സമുദ്ര ദിനം എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഇനി അതിന്റെ പ്രമേയം ചോദിക്കുകയാണെങ്കിൽ 2024 പ്രമേയം ചോദിക്കുകയാണെങ്കിൽ പുതിയ ആഴങ്ങളെ ഉണർത്തുക. ഓക്കെ, അവേക്കൻ ന്യൂ ഡെപ്സ് എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായിട്ട് 2024 ജൂണിൽ വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുള്ള ബോയിങ്ങിന്റെ പേടകം ഏതാണ്? സ്റ്റാർ ലൈനർ ആണ്. സ്റ്റാർ ലൈനർ. ഇന്ത്യൻ വംശജയായിട്ടുള്ള സുനിത വില്യംസും അമേരിക്കക്കാരനായിട്ടുള്ള ബുഷ് വിൽമോറും സ്റ്റാർ ലൈനറിൽ യാത്ര തിരിച്ചിട്ടുള്ള ബഹിരാകാശ യാത്രികരാണ് കേട്ടോ. ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള പേടകം അറിഞ്ഞു വെച്ചേക്കാം. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ജിമെക്സ് 24? ജിമെക്സ് എന്ന് പറയുമ്പോൾ തന്നെ ജെ, നമ്മുടെ ജപ്പാന്റെ ജെയും ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഐയും ഉണ്ട് അല്ലെ. അപ്പോൾ ജപ്പാനും ഇന്ത്യയുടെയാണ് സംയുക്ത നാവിക അഭ്യാസമാണ് ഈ പറഞ്ഞിട്ടുള്ള ജിമെക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ജിമെക്സ് എന്ന് പറയുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാകുന്ന നദി സെൻ നദിയാണ് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാവുന്ന നദി ചോദിക്കുകയാണെങ്കിൽ സെൻ നദിയാണ്. ഇനി റോസറിറ്റ എന്ന നോവലിന്റെ രചയിതാവ് അനിത ദേശായി. റോസറിറ്റ എന്ന നോവലിന്റെ രചയിതാവ് അനിത ദേശായി. റോസ് എല്ലാ ദേശങ്ങളിലും ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. അനിത ദേശായി. ഓക്കെ, അനിത ദേശായി. അപ്പൊ പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്പീഡിൽ നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള പോയിന്റ്സുകൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ. 2025 5 പോലെയുള്ള നമ്മുടെ എസ് അല്ലേ. അപ്പോൾ സൗത്ത് കൊറിയയാണ്, ദക്ഷിണ കൊറിയയാണ്. 2024 പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു അല്ലെ. പുകയിലയുടെ പാവചരനെ PV സിന്ധു. 2024 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം പുതിയ ആഴങ്ങളെ ഉണർത്തുക, അവേക്കൻ ന്യൂ ഡെപ്സ് ആണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായിട്ട് 2024 ജൂണിൽ വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുള്ള ബോയിങ്ങിന്റെ പേടകമാണ് സ്റ്റാർ ലൈനർ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ജിമെക്സ്? ഇന്ത്യയും ജപ്പാനും. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാകുന്ന നദി സെൻ നദിയാണ്. റൊസാരിറ്റ എന്ന നോവലിന്റെ രചയിതാവ് അനിത ദേശായി. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കാം. 2024 ജൂലൈ US ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് നിയമിതനായിട്ടുള്ളത് വിനയ് മോഹൻ ഖാത്രയാണ്. ഓക്കെ, അപ്പോൾ US ഇന്ത്യൻ അംബാസിഡർ ആയിട്ടൊക്കെ പോകണമെങ്കിൽ നല്ല വിനയമുള്ള ഒരാൾ തന്നെയായിരിക്കണം എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. 2024 ജൂലൈ US ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് നിയമിതനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വിനയ് മോഹൻ ഖാത്ര. രൂപമാറ്റം വരുത്തിയുള്ള വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ താർ എന്ന് പറയുന്നത് അല്ലെ. ഒരു വണ്ടിയുടെ പേര് തന്നെ ഓപ്പറേഷൻ താറാണ്. രൂപമാറ്റം വരുത്തിയിട്ടുള്ള വാഹനങ്ങൾ പിടികൂടാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ താർ. 2024 ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് ന്യൂഡൽഹി. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ അതിന് വേദിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പറയുമ്പോൾ ഒരു പുതിയ ഒരു കാര്യമാണല്ലോ. അപ്പൊ ന്യൂ എന്നുള്ള രീതിയിൽ ഓർക്കാം, ന്യൂഡൽഹി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി ചോദിക്കുകയാണെങ്കിൽ കല്ലായി പുഴ. നിറച്ച് കല്ലാണ് ആ പുഴയിനകത്ത് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അതുകൊണ്ട് തന്നെ മലിനമാണെന്ന് ഓർക്കാം അല്ലെ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള നദി കല്ലായി പുഴ, കോഴിക്കോട്. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ. ഓക്കെ, ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? വാഷിംഗ്ടൺ. 2024 വാഷ് ചെയ്തില്ലെങ്കിൽ നല്ല നാറ്റായിരിക്കും എന്ന് ഓർത്തു വെക്കുക അല്ലെ. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് വാഷിംഗ്ടൺ ആണ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. 1949 സ്ഥാപിതമായിട്ടുള്ളത് എന്ന കാര്യം കൂടെ അറിഞ്ഞു വെച്ചേക്കുക. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ് കേട്ടോ. 1949 സ്ഥാപിതമായിട്ടുള്ളത്. ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രം റോബോട്ടിക് മെഡൂസ വസ്ത്രമാണ് കേട്ടോ. മെഡൂസ, മെയ്ഡ് ഇൻ USA എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രമാണ് മെഡൂസ വസ്ത്രം.
2024 ജൂലൈയിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വാഹകരാകുന്നത് പി.വി. സിന്ധു, ബാഡ്മിന്റൺ താരമായിട്ടുള്ള പി.വി. സിന്ധുവും അതേപോലെ തന്നെ ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമാണ് കേട്ടോ. അപ്പോ 2024 ജൂലൈയിൽ നടക്കുന്ന നടന്നിട്ടുള്ള പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വാഹകരാകുന്നത് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? പി.വി. സിന്ധുവും അതേപോലെ തന്നെ ശരത് കമൽ. രണ്ടും എസ് വെച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് ഓർത്തു വെക്കാം. സിന്ധു ശരത്തും ആണെന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ. പി.വി. സിന്ധുവും അതേപോലെ തന്നെ ശരത് കമലാണ്. ഓക്കെ. 2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഭാരത് മണ്ഡപം. 2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ, ഭാരത് മണ്ഡപം. കേരളത്തിലെ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരിയാണ്. വി.ആർ. കൃഷ്ണയ്യർ മെമ്മോറിയം മുനിസിപ്പൽ സ്റ്റേഡിയം ആണ് കേട്ടോ. മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം ആണ്. അപ്പൊ തല വെച്ച് കളിക്കുന്ന കുറച്ച് സ്പോർട്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. തലശ്ശേരി വി.ആർ. കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക കേട്ടോ. കേരളത്തിലായിട്ട് ഈ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി വി.ആർ. കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 15 ദിവസമാണ് കേട്ടോ. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15. പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പാണ് ഈ സാക്ഷി. ഓക്കെ, പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് അല്ലേ, അപ്പൊ ഒരു സാക്ഷിയായിട്ട് നിൽക്കുക അല്ലെ. റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പ് ചോദിക്കുകയാണെങ്കിൽ ഈ സാക്ഷിയാണ്. ISRO നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകം നിസാർ ആണ്. നിസാർ കേട്ടോ. അപ്പൊ ISRO നാസയും, അപ്പൊ നാസയുടെ എന്നും അതുപോലെ തന്നെ ISROയുടെ IS ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിസാർ എന്നുള്ളത് ഓർത്ത് വെക്കാം. നാസ ISRO എന്നതിന്റെ ചുരുക്ക പേരാണ് നിസാർ എന്ന് പറയുന്നത്. ISROയും നാസയുമായിട്ട് ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകമാണ് ഇത് നിസാർ എന്ന് പറയുന്നത്. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവനാണ് കേട്ടോ. കതിരവൻ. അതിന്റെ സംവിധായകൻ അരുൺ രാജ്. അയ്യങ്കാളിയായിട്ട് അഭിനയിക്കുന്ന ആരാണ്? മമ്മൂട്ടിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് പോയിന്റ്സുകളൊക്കെ ഒന്നും കൂടെ സ്പീഡിൽ നോക്കാം. ഓക്കെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സ് നോക്കാം. അപ്പൊ ഞാൻ ഓരോ പോയിന്റ് പറയുമ്പോഴും നിങ്ങളുടെ മൈൻഡിലേക്ക് വരട്ടെ കേട്ടോ. ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വസ്ത്രം ഏതായിരുന്നു? മെയ്ഡ് ഇൻ USA എന്നുള്ള രീതിയിൽ മെഡൂസ അല്ലെ, മെഡൂസ. പിന്നെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വാഹകരായിട്ടുള്ളത് 2024 രണ്ടുപേരും എസ് വെച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ സിന്ധുവും അതേപോലെ തന്നെ ശരത് കമലും. 2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി വി.ആർ. കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം ആയിരുന്നു അല്ലെ. ഇനി പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 15 ദിവസമാണെന്നുള്ളത് ഓർത്തു വെക്കാം. പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പാണ് ഈ സാക്ഷി. ISRO നാസയുമായി ചേർന്ന് തയ്യാറാക്കുന്ന റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പേടകം നിസാർ ആണ്. അയ്യങ്കാളിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. സംവിധായകൻ അരുൺ രാജ്. അയ്യങ്കാളിയായിട്ട് അഭിനയിക്കുന്നത് മമ്മൂട്ടിയാണ്. ഇനി 2024 50ാമത്തെ വാർഷികം ആഘോഷിച്ചിട്ടുള്ള കേരള സർക്കാർ സ്ഥാപനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സപ്ലൈകോ ആണ് കേട്ടോ. 2024 50ാമത്തെ വാർഷികം ആഘോഷിച്ചിട്ടുള്ള കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? അത് സപ്ലൈകോ. 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം തരംഗ് ശക്തി. 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം ചോദിക്കുകയാണെങ്കിൽ തരംഗ് ശക്തി. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് 2024 ജൂലൈ 1. ഓക്കെ. ക്രിമിനൽ നിയമങ്ങളാണ്. നല്ല ജോലിയായിരിക്കും. പുതിയ ക്രിമിനൽ നിയമങ്ങളല്ലേ, അപ്പൊ നല്ല ജോലിയായിരിക്കും എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ജൂലൈ മാസം, ഓക്കെ, ജൂലൈ 1 എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം കേട്ടോ. 2024 ആണ് 2024 ജൂലൈ 1. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസം ചോദിക്കുകയാണെങ്കിൽ റിംപാക്ക് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസം ഏതാണ്? റിംപാക്ക്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള പുതിയ പെൻഷൻ പദ്ധതി ഏകീകൃത പെൻഷൻ പദ്ധതി, യൂണിഫൈഡ് പെൻഷൻ സ്കീമാണ്. പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1 കേട്ടോ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള പുതിയ പെൻഷൻ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏകീകൃത പെൻഷൻ പദ്ധതി, യൂണിഫൈഡ് പെൻഷൻ സ്കീം. അടുത്തിടെ ആദ്യമായിട്ട് പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 വിക്ഷേപിച്ചിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യയാണ്. അപ്പൊ അടുത്തിടെ ആദ്യമായിട്ട് പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 വിക്ഷേപിച്ചിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. റൂമി 1 ഇന്ത്യ. ഐക്യരാഷ്ട്രസഭ UN സംഘടിപ്പിക്കുന്ന ഭാവിയുടെ ഉച്ചകോടി സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ 2024 വേദിയാകുന്നത് ന്യൂയോർക്ക് ആണ്. ഭാവിയുടെ ഉച്ചകോടി അല്ലെ, അപ്പൊ ഒരു പുതിയൊരു ഭാവിയായിരിക്കും എന്നൊക്കെ ഓർത്തു വയ്ക്കാം അല്ലെ. പുതിയ എന്നുള്ള രീതിയിൽ ന്യൂ കേട്ടോ. അപ്പൊ ന്യൂയോർക്ക്.
ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന ഭാവിയുടെ ഉച്ചകോടി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2024 വേദിയാകുന്നത് ന്യൂയോർക്ക് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ അരി ATM സ്ഥാപിച്ചുള്ളത് ഭുവനേശ്വർ ആണ് കേട്ടോ. അരി ATM എല്ലാ ദിവസവും അരി കിട്ടാനൊക്കെ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം അല്ലെ. അപ്പൊ ഭുവനേശ്വർ, ഒഡീഷ. അടുത്ത പോയിന്റ് നോക്കാം. 70ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2022 അത് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ 70ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2022 പ്രഖ്യാപിച്ചിട്ടുള്ളത്. മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആട്ടം എന്നുള്ളതാണ് 70ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ ആട്ടം. പിന്നെ അതിന്റെ സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ്. മികച്ച നടൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഋഷഭ് ഷെട്ടിയാണ് കേട്ടോ. കാന്താര എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിലാണ് അദ്ദേഹത്തിനെ മികച്ച നടനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഋഷഭ് ഷെട്ടിയാണ്. ഓക്കെ, ഇനി മികച്ച നടി ആരാ? നിത്യ മേനോനാണ്. തിരുച്ചിട്രമ്പലം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിനാണ് കേട്ടോ. അതേപോലെ തന്നെ മാനസി പരേഗും ഉണ്ട്. കച്ച് എക്സ്പ്രസ്. മികച്ച സംവിധായകൻ സൂരജ് ആർ ആണ്. തിരക്കഥ ചോദിക്കുകയാണെങ്കിൽ ആനന്ദ് ഏകർഷി. മലയാള ചിത്രം, മികച്ച മലയാള ചിത്രം സൗദി വെള്ളയ്ക്കയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. അപ്പൊ ഇതിലത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ ഒന്നും കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ 2022 കൊടുത്തുള്ളത് 70ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. അതിലെ മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ ആട്ടമാണ്. മികച്ച നടൻ ആരാ? ഋഷഭ് ഷെട്ടി. മികച്ച നടൻ ഋഷഭ് ഷെട്ടി. മികച്ച നടി ആരൊക്കെയാ? നിത്യ മേനോനും മാനസി പരേഖ്. മികച്ച സംവിധായകൻ സൂരജ് ആർ ആണ്. തിരക്കഥ ചോദിക്കുകയാണെങ്കിൽ ആനന്ദാണ്. ആനന്ദ് ഏകർഷി. മലയാള ചിത്രം സൗദി വെള്ളയ്ക്കയാണ് കേട്ടോ. ഓക്കെ, ഒന്ന് ജസ്റ്റ് കേട്ടു പോവാ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഉദരശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു? ഇന്ത്യ മലേഷ്യയാണ് കേട്ടോ. അപ്പൊ മല കയറുമ്പോ ഉദരത്തിന് വേന വന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. ഉദരശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ മലേഷ്യയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. 40 സ്വർണ്ണമടക്കം 126 മെഡലുകൾ കരസ്ഥമാക്കിയാണ് അമേരിക്ക ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് കേട്ടോ. 40 സ്വർണ്ണമാണ് അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുള്ളത്. 126 മെഡലാണ് ടോട്ടൽ. രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ചൈനയാണ്. 40 സ്വർണം തന്നെ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 91 മെഡലാണ് കിട്ടിയിട്ടുള്ളത് ചൈനയ്ക്ക്. മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ജപ്പാനാണ്. 20 സ്വർണം. 40ന്റെ കറക്റ്റ് പകുതി 20 അല്ലെ. അപ്പൊ 20 അടക്കം 45 മെഡലുകളാണ് ജപ്പാന് കിട്ടിയിട്ടുള്ളത്. അത് ഓർത്തു വെക്കണേ. ഇനി പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയിട്ടുള്ളത്? 89.45 മീറ്റർ. അതൊന്ന് അറിഞ്ഞു വെച്ചേക്ക. 89.45. 4ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും അല്ലെ. അപ്പൊ 89.45 മീറ്റർ ആണ്. പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയിട്ടുള്ളത്? 89.45 മീറ്റർ ആണ്. രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ വിസ്താരയാണ്. വിസ്തരിച്ചിരുന്ന് വൈഫൈ ഒക്കെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? വിസ്താര. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ 2024 നടക്കുന്ന സൈനിക അഭ്യാസം ഏതാ? തരംഗ് ശക്തി. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ 2024 നടക്കുന്ന സൈനിക അഭ്യാസം ചോദിക്കുകയാണെങ്കിൽ തരംഗ് ശക്തി. ജീവിതശൈലി രോഗങ്ങളെ വരുതിയിലാക്കാനായിട്ടുള്ള ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ആയുഷ്മാൻ ഭവയാണ് കേട്ടോ. ഓക്കെ, ജീവിതശൈലി രോഗങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ആയുഷ്മാൻ ഭവ. ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പരിശോധിക്കാൻ വേണ്ടി 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ സത്യമേവ ജയതേ പദ്ധതി നടപ്പിലാക്കുന്നത് കൈറ്റ് കേരളയാണ്. ഓക്കെ, അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ സത്യമേവ ജയതേ എന്ന് പറയുന്നത് ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പരിശോധിക്കാൻ വേണ്ടി 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടി കേട്ടോ. അപ്പൊ സത്യമേവ ജയതേ എന്നുള്ളതാണ്. നടപ്പിലാക്കുന്നത് കൈറ്റ് കേരളയാണ്. കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുത്തുന്നതിനായിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ചിട്ടുള്ള ആപ്പാണ് കതിർ എന്ന് പറയുന്നത്. കാർഷികമല്ലേ, അപ്പൊ ഒരു കതിര് അല്ലെ. അപ്പൊ കതിര് എന്നുള്ളത് ഓർത്തു വെക്കാം. കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുത്തുന്നതിനായിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ചിട്ടുള്ള ആപ്പാണ് കതിർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. അടുത്ത പോയിന്റ് നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയിട്ടുള്ളത്? സ്പെയിൻ കേട്ടോ. സ്പെയിനിനെ തോൽപ്പിച്ചിട്ടാണ്
ഇപ്പൊ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെയിനെ തോൽപ്പിച്ചിട്ടാണ് കേട്ടോ. സ്പെയിനിനെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അപ്പൊ കുറച്ച് പെയിനൊക്കെ എടുത്തിട്ടാണ് ഇന്ത്യക്ക് വെങ്കലം കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം. സ്പെയിൻ എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ള കായിക താരങ്ങൾ ആരൊക്കെയാണ്? PR ശ്രീജേഷും മനു ഭാക്കറും കേട്ടോ. ഇപ്പോ 2024 പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിലാണ് ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ള ആരൊക്കെയാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മനു ഭാക്കറും ശ്രീജേഷും ആണ് കേട്ടോ. അപ്പോ എമ്മും എസും എന്നുള്ള രീതിയിൽ ഓർക്കാം. മിസ് ചെയ്യല്ലേ അല്ലെ? നമ്മുടെ സമാപന ചടങ്ങാണ്, മിസ് ചെയ്യല്ലേ. MS എന്നുള്ള രീതിയിൽ ഓർക്കാം. മനു ഭാക്കറും ശ്രീജേഷ് ആണ് കേട്ടോ. PR ശ്രീജേഷ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഉദ്ഘാടന ചടങ്ങിൽ ആരൊക്കെയായിരുന്നു പതാക ഏന്തിയിട്ടുണ്ടായിരുന്നത്? നമ്മൾ SS എന്ന് പറഞ്ഞിരുന്നല്ലോ. ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്കാം കേട്ടോ. ഒരു ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് 2 മെഡൽ സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യൻ വനിതാ താരം മനു ഭാക്കറാണ്. ഒരു ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് 2 മെഡൽ സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യൻ വനിതാ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയിട്ടുള്ള താരം നോഹ ലൈൽസ് ആണ്. നല്ല വേഗം ഏറിയിട്ടുള്ള താരമാണ്. ടൈൽസിൽ കൂടെ ഒക്കെയാണ് ഓടിപ്പോയെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ നോഹ ലൈൽസ് എന്നുള്ളത് ഓർത്തു വെക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയിട്ടുള്ള താരം ചോദിക്കുകയാണെങ്കിൽ ലൈൽസ് അല്ലെങ്കിൽ നോഹ ലൈൽസ്, അമേരിക്ക. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗത ഏറിയിട്ടുള്ള വനിതാ താരം ചോദിക്കുകയാണെങ്കിൽ അത് ജൂലിയൻ ആൽഫ്രഡ് ആണ് കേട്ടോ. വനിതാ താരം എന്ന് എടുത്തു പറയുകയാണെങ്കിൽ അത് ജൂലിയൻ ആൽഫ്രഡ് കേട്ടോ. ജൂലിയൻ ആൽഫ്രഡ്. 2025 കൂടി HIV അണുബാധ ഇല്ലാതാക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിൻ ആണ് 1-0. 2025 കൂടി HIV അണുബാധ ഇല്ലാതാക്കാനായിട്ടുള്ള കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിൻ ചോദിക്കുകയാണെങ്കിൽ 1-0. ഓക്കെ, എല്ലാവരും കൂടെ ഒരുമിച്ച് 0 ആക്കുക എന്നുള്ള രീതിയിൽ 1-0 എന്നുള്ളതാണ് ക്യാമ്പയിൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഒന്നും കൂടെ സ്പീഡിൽ നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ്സ് ആണ്. 70ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2022 പ്രഖ്യാപിച്ചിട്ടുള്ളത്. മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ 70ാമത്തെ മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ ആട്ടമാണ് അല്ലെ. പിന്നെ മികച്ച സംവിധായകൻ ഋഷഭ് ഷെട്ടിയാണ്, ഫിലിം കാന്താര. ഇനി അതേപോലെ തന്നെ മികച്ച നടി നിത്യ മേനോൻ, മാനസി പരേഖ്. മികച്ച സംവിധായകൻ സൂരജ് ആർ. തിരക്കഥ ചോദിക്കുകയാണെങ്കിൽ ആനന്ദ് ഏകർഷി. മലയാള ചിത്രം സൗദി വെള്ളയ്ക്ക. ഉദരശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്? ഇന്ത്യയും മലേഷ്യയും. മല കയറുമ്പോൾ ഉദരവേദന വന്നു എന്നൊക്കെ ഓർത്തു വെക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമത് എത്തിയിട്ടുള്ള രാജ്യം അമേരിക്ക. 40 സ്വർണ്ണമടക്കം 126 മെഡൽ. 2ാം സ്ഥാനം ചൈന. 40 സ്വർണ്ണമടക്കം 91 മെഡൽ. 3ാം സ്ഥാനം ജപ്പാനാണ്. പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ കിട്ടിയിട്ടുള്ളത്? 89.45 മീറ്റർ. രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി വിസ്താര. ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ വേണ്ടി 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടി ചോദിക്കുകയാണെങ്കിൽ സത്യമേവ ജയതയാണ് കേട്ടോ. പദ്ധതി നടപ്പിലാക്കുന്നത് കൈറ്റ് കേരളമാണ്. കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ചിട്ടുള്ള ആപ്പ് കതിറാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയിട്ടുള്ളത്? സ്പെയിനിനെ 2 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 2024 പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ള കായിക താരങ്ങൾ മിസ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഓർക്കാം. MS അല്ലെ. അപ്പോ മനു ഭാക്കറും ശ്രീജേഷും. ഒരു ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് 2 മെഡൽ സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യൻ വനിതാ താരം മനു ഭാക്കർ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും വേഗതമേറിയിട്ടുള്ള താരം നോഹ ലൈൽസ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള വനിതാ താരം ജൂലിയൻ ആൽഫ്രഡ്. 2025 കൂടി HIV അണുബാധ ഇല്ലാതാക്കാനായിട്ടുള്ള കേന്ദ്ര സർക്കാർ ആരംഭിച്ചുള്ള ക്യാമ്പയിൻ ആണ് 1-0. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അതിന്റെ കമന്റ്സും കൂടെ ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ പോയിന്റുകളും എല്ലാവരും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പോയിന്റ്സുകളും കൂടെ വായിച്ചു പോവാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.